ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ട് നമ്മളോടൊരു പ്ലേറ്റഡ് ടോപ്പ് തയ്ച്ചു കൊടുക്കുക എന്നാണ് നമ്മളോടൊരു കസ്റ്റമർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു കോട്ടൺ സാരിയാണ്, നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ഗ്രീൻ കളറിൽ ഗ്രീൻ ലീഫ് ഓരോ സ്ഥലത്തും ഇങ്ങനെ ലീഫായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി ഭാഗം എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് മുന്താണി എന്ന് പറയുന്നത്. അപ്പം മുന്താണിയുടെ ഭാഗം യോക്കിൽ വെച്ച് കൊടുക്കുമെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് യോക്കി വെച്ച് കൊടുക്കാമെന്ന്. അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കരുതി ഈ ഒരു ബോർഡർ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ പ്ലീറ്റഡ് സ്കേർട്ടല്ലേ ചെയ്യുന്നത്, അപ്പം അതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ബോർഡർ വന്നാൽ കുറച്ചും കൂടെ ഭംഗി കാണുമെന്ന് എനിക്ക് തോന്നി. ഫൈനൽ ലുക്ക് എങ്ങനെ ആവുമെന്നൊന്നും നമുക്കറിയത്തില്ല, എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ ലൈനിങ് എന്ന് പറയുന്നത് ഒരു കോട്ടൺ ലൈനിങ് ആണ് നമുക്ക് തന്നത്. അപ്പം ഈ ഒരു ഭാഗം നമ്മൾ യോക്കിനും വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലീവിനും നമ്മൾ ലൈനിങ് വെക്കുന്നുണ്ട്. അടിഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് എ ലൈൻ ഒക്കെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ലൈനിങ് വെക്കാൻ പോകുന്നത്. അത് ഒരുപാട് ലൈനിങ് വെക്കാത്തതാണ് നമ്മുടെ ടോപ്പ് കാണാൻ ഭംഗി. ഒത്തിരി വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് വണ്ണം തോന്നിക്കും നമ്മൾ ലൈനിങ്ങിന്റെ അളവ് കൂട്ടിയാൽ. അപ്പം നമ്മൾക്ക് സാധാരണ രീതിയിൽ ഒരു ടോപ്പ് ഇരിക്കണമെങ്കിൽ ലൈനിങ് ഇത് കുറച്ച് വെച്ചാൽ മതി. അതേസമയം അംബർല ഒക്കെ ആണെങ്കിൽ ലൈനിങ് നമ്മൾ എത്രയാണോ എടുക്കുന്ന തുണി അതിന്റെ അളവിൽ തന്നെ ലൈനിങ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ലൈനിങ്ങിലാണ് ഫുള്ളെല്ലാം അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ നല്ല തുണിയിൽ കൊണ്ട് കട്ട് ചെയ്യുന്നത്. സ്കേർട്ടിന്റെ ഭാഗം മാത്രം നമ്മുടെ സാരിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ മുന്താണി കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ നമ്മൾ യോക്കിന്റെ ഭാഗത്ത് ഇത് ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ മുന്താണി ഭാഗം വെക്കുന്നുള്ളൂ. ബാക്കിൽ നമ്മൾ ഈ പ്ലെയിൻ ഗ്രീൻ കളർ തന്നെ വെക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് തുണി തികയുന്ന അനുസരിച്ച് ചെയ്യാന്നോർത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മുന്താണി കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ യോക്കിന് വേണ്ടിയിട്ട് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തുണി നമ്മൾ 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. 7 ഇഞ്ചിൽ നിന്ന് നേരെ അടിഭാഗത്തോട്ട് നമ്മൾ കൈക്കുഴിയാണ് മാർക്ക് ചെയ്യുന്നത്. കൈക്കുഴിക്ക് നമ്മൾ ഇതുപോലെ ഒരു 6 ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ നേരെ ഒന്ന് മാർക്ക് ചെയ്യണം. അത് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാനായിട്ടാണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 32 അതിനെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 8 കിട്ടുന്നത്. അപ്പൊ അത് നമ്മൾ 8 ഇഞ്ച് കൃത്യം മാർക്ക് ചെയ്യണം. 8ന്റെ കൂടെ എക്സ്ട്രാ നമ്മളൊരു 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. കാരണം തയ്യൽ തുമ്പിന് ലൂസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ഇഞ്ച് കൂട്ടിയെടുക്കാം. 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇനിയൊരു ആവശ്യത്തിന് അഴിക്കണമെങ്കിൽ നമുക്ക് അഴിക്കാം. ആ ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും 2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അടുത്തത് യോക്കിന്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ യോക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് യോക്കിന് 13 ഇഞ്ചാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് 14 ഇഞ്ച് എടുക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ കൂട്ടിയെടുക്കുമ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് പോകും. അതുപോലെ തന്നെ നമ്മുടെ യോക്ക് സ്കേർട്ടുമായിട്ട് കൂട്ടിയെടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോകും. അപ്പൊ 1/2 ഇഞ്ചും 1 ഇഞ്ച് ടോട്ടൽ കുറയും. അപ്പൊ നമ്മൾ എത്രയാണോ നമുക്ക് യോക്കിന് ഇറക്കം വേണ്ടത് അതിനെക്കാട്ടിലും എക്സ്ട്രാ 1 ഇഞ്ച് വേണം നമ്മൾ കൂട്ടിയെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് അളവിൽ തന്നെ നമുക്ക് യോക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ യോക്കിന്റെ അളവെന്ന് പറയുന്നത് കുറഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് അറിയത്തില്ലാത്ത ഒരുപാട് പേര് കാണും, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾക്കിവിടെ യോക്കിന്റെ അളവെന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 12 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഇവിടെ എടുക്കുന്നത് ഒരു 13 ഇഞ്ചാണ് കൂട്ടിയെടുക്കുന്നത്. അതായത് 1 ഇഞ്ച് നമ്മളിവിടെ കൂട്ടിയെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇത് എന്തിനാ വരയ്ക്കുന്നതെന്ന് വെച്ചിട്ട് ഇവിടെ നമുക്ക് വേസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെ വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് 30 അതിനെ 4ആയിട്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് 7.5 കിട്ടിയത്. 7.5ന്റെ കൂടെ നമ്മൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നുണ്ട്. 2 ഇഞ്ചല്ല 3 ഇഞ്ച് നമ്മൾ കൂട്ടണം. അപ്പൊ എന്തിനാണ് 3 ഇഞ്ച് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യമേ നമ്മൾ 2 ഇഞ്ച്, ഇത് നമ്മൾ ഈ മുകളിൽ മാർക്ക് ചെയ്ത അതേ അളവാണ്. അതായത് തയ്യൽ തുമ്പിനും ലൂസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഇനി എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു. ഇതെന്തിനാണ് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ടക്ക് ഇടുന്നുണ്ട്. ടക്ക് ഇട്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ യോക്കിന് കുറച്ച്
ഷേപ്പായിട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ടക്ക് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ആ ടക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത വർക്കുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ടക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഷേപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ടേപ്പ് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ചിൽ നിന്ന് നേരെ മുകളിലോട്ടും സെയിം നമ്മളൊരു 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ യോക്കിന്റെ ഇറക്കം അനുസരിച്ച് ഈ 3.5 എന്ന് പറയുന്ന മുകളിലോട്ട് അത് 4 ആകാം, 4.5 ആകാം. പക്ഷെ ഈ ഒരു അളവ് 3.5 എന്ന് പറയുന്ന എല്ലാവർക്കും കോൺസ്റ്റന്റ്. അവർക്കും വണ്ണമില്ലാത്തവർക്കൊക്കെ നമ്മൾ ഈ ഒരു 3.5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തേക്കുവാണ്. പിന്നെ ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ 3.5 ചിലപ്പോൾ 4 ആക്കി മാറ്റാം. അത്രയേ ഉള്ളൂ. അല്ലാത്തവർക്കൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു ഭാഗം 3.5 ആണ് എടുക്കുന്നത്. ഇതിന്റെ മുകളിലോട്ട് നമ്മളൊരു 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പം 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം 0.5 ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിൽ 0.5, അതായത് അപ്പം 2 സൈഡിൽ 1/2 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്യണം. ആ 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടക്ക് എന്ന് പറയുന്നത്. 0.5 ഇവിടെയും 1/2 ഇഞ്ച് ഇവിടെ എടുത്തപ്പോഴത്തേക്ക് ടോട്ടൽ 1 ഇഞ്ച്. അപ്പോൾ നമ്മൾ ടക്ക് അടിക്കുമ്പോൾ 1 ഇഞ്ച് പോകുമല്ലോ. ആ 1 ഇഞ്ച് പോകുന്നത് കൊണ്ടാണ് ഇവിടെ എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുത്തേക്കുന്നത്. ഇവിടെ ടക്ക് ഇടുന്നില്ലാത്തവരാണെങ്കിൽ ഈ ഒരു 1 ഇഞ്ച് എടുക്കേണ്ട കാര്യമില്ല. ടക്ക് ഇടുന്നവരുടെ കാര്യം മാത്രമാണ്. അപ്പോൾ ഇവിടെ ടക്ക് ഇടുന്നവർ ഇവിടെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. കാരണം നമുക്ക് അളവിൽ വ്യത്യാസം വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ 1 ഇഞ്ച് എടുക്കാത്ത പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് എടുത്തല്ലോ. ഇതിൻ്റെ അകത്ത് നമുക്ക് 1 ഇഞ്ച് അളവ് കുറയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്ര അതായത് പെർഫെക്റ്റ് സൈസ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ലൂസിനൊന്നും വേണ്ടിയിട്ട് നമുക്ക് തുണി ഇടാൻ കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ, അതായത് മുകളിൽ എടുക്കാത്ത 1 ഇഞ്ച് നമ്മൾ താഴെ 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ കൈക്കുഴി എങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് കയറ്റി മാർക്ക് ചെയ്യണം. അതിനുശേഷം കേർവ് സ്കെയിൽ ഇല്ലാത്തവരാണേലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ കുഴിച്ച് വരയ്ക്കുന്നത് ആ ഒരു രീതിയിൽ ഇതുപോലൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം. ഇനി ഫ്രണ്ടിലെ കൈക്കുഴിയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് നമ്മൾ വീണ്ടും താത്തി വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ 1/2 ഇഞ്ച് നമ്മൾ എടുക്കണം. ഈ ഒരു രീതിയിൽ 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം. കാരണം എങ്കിൽ മാത്രമാണ് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് ചുളിവ് വരാതിരിക്കത്തുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ അടിഭാഗത്ത് മാർക്ക് ചെയ്ത് ഈ പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത് കഴുത്താണ്. അപ്പം കഴുത്തിന് നമ്മളോട് ഒരുപാട് വിരിവൊന്നും വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് കഴുത്തിന് നമ്മളൊരു 3.5 ഇഞ്ചാണ് വിരിവ് വെക്കുന്നത്. അപ്പം കഴുത്തിന്റെ വിരിവെന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ചിൽ നിന്ന് ഏറ്റവും അടിഭാഗത്തോട്ട് നമ്മൾ കഴുത്തിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പം ഫ്രണ്ടിന്റെ കഴുത്തിറക്കം നമ്മളോട് ഫ്രണ്ടിൽ 4 ഇഞ്ച് മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫ്രണ്ടിൽ 4, ബാക്കിൽ 5 ഇഞ്ചുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളത് ഇതുപോലെ വരച്ചു കൊടുക്കണം. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 4 ഇഞ്ചാണ് വരേണ്ടത്. ആ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതും ഇങ്ങനെ ഫസ്റ്റ് ഇറക്കം മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് കഴുത്ത് ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ഇപ്പോൾ തൽക്കാലം കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ലൈനിങ് എന്ന് പറയുന്ന ലൈൻ രീതിയിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ തുണി ഇത് 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. ഇത് കണ്ടില്ലേ, 1, 2, 3, 4. ഇപ്പം ടോട്ടൽ നമ്മൾ 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അപ്പം ചിലർ ഇതുപോലെ ലൈൻ രീതിയിലല്ല പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പ്ലീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പഫായിട്ട് തന്നെ, അതായത് കുറച്ചും കൂടെ വണ്ണം തോന്നിക്കും നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്ത്. അതുകൊണ്ടാണ് ഞാൻ ലൈൻ രീതി കട്ട് ചെയ്യാന്ന് വെച്ചത്. അപ്പം ലൈൻ രീതി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ യോക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റിയല്ലോ. അപ്പം യോക്ക് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ഒരു 2 ഇഞ്ച് ശ്രദ്ധിക്കണം. ഒരു 2 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. 2 ഇഞ്ച് കുറച്ച്, കാരണം ടക്ക് 2 സൈഡിലും നമുക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ 2 ഇഞ്ച് കുറയ്ക്കണമെന്ന് പറയുന്നത്. ആ 2 ഇഞ്ച് കുറച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടില്ലേ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വേസ്റ്റ് അളവ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. അപ്പം വണ്ണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ടക്കിടുന്ന രണ്ട് സൈഡിലും ടക്കിടുമ്പോൾ 1 ഇഞ്ച് കൂട്ടി 2 ഇഞ്ചാണ് നമുക്ക് കുറയുന്നത്. അപ്പോൾ അത് കുറച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അടയാളപ്പെടുത്തിയാൽ മതിയായിരിക്കും. ഇനി നമുക്ക് ഇറക്കം ടോട്ടൽ നമ്മുടെ സ്കേർട്ടിന്റെ ഇറക്കം പറഞ്ഞേക്കുന്നത് 36 ഇഞ്ചാണ്. അപ്പൊ ലൈനിങ്ങിന് സ്വാഭാവികമായിട്ട് അതിനെക്കാട്ടിലും ഒരു 5 ഇഞ്ചൊക്കെ കുറച്ച് വെച്ചാൽ മതിയായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ വെക്കുന്ന ഇറക്കം എന്ന് പറയുന്നത് 31.5 ഇഞ്ചാണ് നമ്മളിവിടെ വെക്കുന്നത്. അടിഭാഗത്തെ വിരിവെന്ന് പറയുന്ന 16 ഇഞ്ച് വേണം എടുക്കാൻ. കാരണം അടിഭാഗത്ത് നമുക്ക് നടക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് തോന്നില്ല, അതുകൊണ്ടാണ് 16 ഇഞ്ച് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ വിരിവ് മാർക്ക് ചെയ്തെടുത്തോട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ കറക്റ്റ് വരച്ച ലൈനിൽ കൂടെ തന്നെ നമുക്കത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കിട്ടുന്നത് നമ്മൾ വിരിവ് കുറച്ചാണ് ചെയ്തേക്കുന്നത്. നമുക്ക് മേളിൽ പ്ലീറ്റഡ് അല്ലേ വരുന്നത്, അതുകൊണ്ട് ഒരുപാട് പഫി ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം. ഒരു സൈഡ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, അതായത് ഫ്രണ്ട് പീസ് മാത്രമാണ് മുന്താണി വെക്കുന്നത്. ബാക്കിലെ ഭാഗം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ആദ്യമേ ഞാൻ റഫായിട്ടൊന്ന് വരച്ച് നോക്കുവാണ്. കാരണം ഇത് കറക്റ്റ് നമുക്ക് ഈ 2 ലീഫാണല്ലോ, ഇലകളാണല്ലോ എടുത്തേക്കുന്നത്, കറക്റ്റ് സെൻറ്ററിലാണോ വരുന്നതെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ റഫായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇത് സെൻറ്ററിലാണോ കിട്ടിയേക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഏകദേശം ഈ 2 ലീഫ് നടുക്ക് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഭാഗവും കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ യോക്കിന് അത്രമാത്രം ഇറക്കമില്ല. അപ്പം ഞാൻ ഇത് രണ്ടും സെൻറ്ററിൽ വരുന്ന രീതിയിലും ഇങ്ങോട്ടേക്ക് കുറച്ച് കയറ്റി വെക്കാന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഇത് താഴെ ഈ ബോർഡർ വരുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലീഫ് കാണത്തില്ലാതെ പോകും. അപ്പൊ അതൊരു ഭംഗി ഇല്ലായിരിക്കും. പകുതി ലീഫ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഇതുപോലെ സെന്ററിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പൊ അങ്ങനെ തോന്നി. അപ്പൊ നിങ്ങൾക്ക് ആ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ പറയണം കൊള്ളാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പം ഇത് സെന്ററിൽ വരുന്ന രീതിയിൽ, അപ്പൊ ഷോൾഡറിന്റെ ഭാഗത്ത് ഈ ഒരു ഡിസൈനുമാണ് വരുന്നത്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടോ, നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും, ഞാനിങ്ങനെ വെച്ച് കാണിക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ മാക്സിമം തുണി വേസ്റ്റ് ആകാതെ തന്നെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഫ്രണ്ട് യോക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിക്കുന്നത് കണ്ടില്ല, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത്. അപ്പം ഇനി നമുക്ക് ബാക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം. മാക്സിമം തുണി വേസ്റ്റ് ആക്കാതെ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത്. കാരണം നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് വീണ്ടും നമുക്ക് വേറൊരു സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ ഇതിന് തന്നെ നമുക്ക് ഫൈനൽ ലുക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യാനായിട്ടും പറ്റുമല്ലോ. ഇത് ബാക്കിൽ, ഇത് ഫ്രണ്ടിലോട്ട്. അങ്ങനെ യോക്കിന്റെ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്കേർട്ടിന്റെ ഭാഗത്തുള്ള തുണിയാണ്. അപ്പൊ പ്ലീറ്റഡ് തുണി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വേസ്റ്റ് അളവിനെക്കാട്ടിലും 6 ഇരട്ടി തുണി വേണം നമുക്ക്. അതായത് 32 നമ്മുടെ വേസ്റ്റ് അളവെങ്കിൽ 32 × 6 എത്രയാണോ കിട്ടുന്നത് അത്ര അളവിൽ തുണി വേണം നമുക്ക് വേസ്റ്റിൽ പ്ലേറ്റ്സ് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിത് കറക്റ്റ് എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം അങ്ങനെ നമുക്ക് 6 ഇരട്ടി എടുത്ത് കഴിയുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. പിന്നെ തുടക്കക്കാരൊക്കെയാണ് ഇത് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് മുകളിലോട്ട് കുറച്ച് കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പ്ലീറ്റ്സ് ഇടുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരേ അളവിൽ തന്നെ കിട്ടണമെന്നില്ല. അപ്പം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് തുണി ഒരിക്കലും തികയാതെ വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. തുടക്കക്കാരൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തുണി എത്രയാണോ ഉള്ളത് അതിനെക്കാട്ടിലും ഒരു 5 ഇഞ്ച് 10 ഇഞ്ച് ആ ഒരു അളവിൽ കൂട്ടിയിട്ടതിന് ശേഷം വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. അല്ലാത്തവർക്കൊക്കെ നമ്മൾ 32 ഇഞ്ചിനേൽ 6 ഗുണിച്ച് കഴിയുമ്പോഴത്തേക്ക് എത്രയാണോ കിട്ടുന്നത് അതായത് 6 മടങ്ങ് തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യാം. കാരണം ഇതിന്റെ മുകളിലും അതുപോലെ തന്നെ അടിഭാഗത്ത് നമുക്ക് ബോർഡർ വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇറക്കം എത്രയെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിലെ ബോർഡർ കട്ട് ചെയ്ത് കളയാം. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ഈ ഒരു സൈഡ് ബോർഡർ എന്ന് പറയുന്നത് പ്ലെയിനും ആണ്. ഈ ഒരു സൈഡിലാണ് ഇത്രയുമാണ് ഇതിന് വർക്ക് വരുന്നുള്ളൂ. അപ്പം ഈ ഒരു ഭാഗം നമുക്ക് എന്തായാലും അടിഭാഗത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം പകുതി ബോർഡർ ഇല്ലാത്തതും പകുതി ബോർഡർ ഉള്ളതും അല്ല. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇത് വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കണം.
ഓക്കെ, ഇനി നമ്മൾ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. ഇറക്കം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 36 ഇഞ്ചാണ് ഇറക്കം മാർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 36 ഇഞ്ചാണ് ഇത്. അപ്പൊ 36 ഇഞ്ചിനെക്കാട്ടിലും എക്സ്ട്രാ നമുക്ക് ഒരു ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ കൂട്ടി മാർക്ക് ചെയ്യാം. കാരണം ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അടിഭാഗം മടക്കി അടിക്കേണ്ടി വന്നാൽ, അപ്പൊ ഇവിടെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഇതൊരു 1/2 ഇഞ്ച് മടക്കി അടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പൊ നമ്മളിവിടെ 36 ഇഞ്ചിനെക്കാട്ടിലും ഒരു 1.5 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 37.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതൊരു കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കേർട്ടിന്റെ പാർട്ട് എന്ന് പറയുന്നത്. കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ ലൈനിങ് എന്ന് പറയുന്നത് നമ്മൾ ഏലൈൻ രീതിയിലുമാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് നമ്മളിത് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഇച്ചിരി വിട്ടാണ് ഇരിക്കുന്നത്, കുഴപ്പമില്ല. നമുക്കിത് ഈ ഒരു ഭാഗം, അതായത് ബോർഡർ അറ്റാച്ച് ചെയ്ത ഭാഗം ഒന്നും കൂടെ അടിച്ചു കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീണ്ടും അതൊന്നുകൂടെ മടക്കിയിട്ട്, അപ്പോൾ ടോട്ടൽ നമ്മൾ തുണി ഇപ്പം 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ അളവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൈക്കുഴി ഉണ്ടല്ലോ, ആ ഒരു പാർട്ട് ഇതുപോലെ നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അളന്നെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് 8.75 അപ്പോൾ അത് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കും, നമുക്കത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങളൊരു എക്സ്ട്രാ 9 കൂടെ എടുത്തേക്ക് കേട്ടോ. കാരണം നമുക്ക് എന്തായാലും തുണി ഒരിക്കലും തികയാതെ വരില്ല. അപ്പം ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ അളവെന്ന് പറയുന്നത്. അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മൾ അളന്നെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുക്കണം. ഇനി സ്ലീവിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ ഇറക്കം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട്. കാരണം നമുക്കിവിടെ 1/2 ഇഞ്ച് ഇവിടെ എന്തായാലും നമ്മൾ മുകൾ ഭാഗത്ത് കൂട്ടി അടിക്കുമ്പോൾ നമുക്ക് പോകും. അതുപോലെ തന്നെ അടിഭാഗത്ത് മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ 1/2 ഇഞ്ച് നമുക്ക് പോകും. അതുകൊണ്ടാണ് എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ആ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ചെരിച്ച് മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അളവ് എത്രയാണെന്ന് ടേപ്പിൽ അളന്ന് നോക്കണം. 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 9.5യുടെ പകുതി നേർപകുതി നമ്മളൊരു 4.75 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4.75 ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുഴിച്ച് വരച്ചിട്ട് മറു സൈഡ് അതുപോലെ തന്നെ നമ്മളൊന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ല, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സ്ലീവ്. അടിഭാഗത്തെ വണ്ണമാണ്. അടിഭാഗത്തെ വണ്ണം നമ്മളോട് പറഞ്ഞേക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 4.5 ഇഞ്ചിൽ നിന്ന് എക്സ്ട്രാ നമ്മളൊരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങാനും നമുക്ക് ലൂസിന് വേണ്ടി വന്നെങ്കിലോ എന്നോർത്ത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യണം. അതായത് ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ അളവെന്ന് പറയുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു കട്ടിങ്ങും കൂടെ കൊടുത്ത് നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് തയ്ക്കാൻ നേരത്ത് കാണിച്ചു തരാമേ. ചിലപ്പോൾ അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ്. ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് 2 പീസ് തുണി കൂട്ടി ചേർത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ലൈനിങ് കട്ട് ചെയ്ത് കാണിക്കാത്തത്. 2 പീസ് തുണി നമ്മൾക്ക് തുണി തികയാത്തത് കൊണ്ട് നമ്മൾ 2 തുണി കൂട്ടി ചേർത്തതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അതിന് മുൻപ് നെക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ നെക്ക് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്ന കാണിച്ചില്ല. അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസിലാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാൻവാസ് നമ്മൾ ഇതുപോലെ 2ആയിട്ട് മടക്കി, കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് 3.5 ഇഞ്ച് നമുക്ക് ഇതുപോലെ കൊടുക്കാം.
പിന്നെ ഫ്രണ്ടിലെ കഴുത്തിറക്കം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ഇഞ്ചാണ്. അപ്പോൾ നമുക്കത് 4 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഷോൾഡറിൻ്റെ അവിടെ കൂട്ടിയടിക്കുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലർ ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ ചിലപ്പം 1/2 ഇഞ്ച് കൂടുതൽ വരും. അപ്പോൾ അങ്ങനെ അടിക്കുന്നവർക്കറിയാലോ നമ്മൾ എന്തുമാത്രമാണ് ഷോൾഡർ അടിക്കുന്നതെന്ന്. അതിൻ്റെ അനുസരിച്ച് വേണം കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു, കഴുത്ത് എത്ര തയ്ച്ചിട്ടുണ്ടെങ്കിലും അത് കയറി പോകാന്ന്. അപ്പോൾ കയറി പോകുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്, ഷോൾഡർ അടിക്കുന്നതിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ 4 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വേണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി വേണം മാർക്ക് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് കഴുത്തിൻ്റെ ഇറക്കം 4 കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ചിലർ 1/2 ഇഞ്ച് കൂടുതലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ 4.25 വേണം കഴുത്തിൻ്റെ ഇറക്കം എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് ഷോൾഡർ കൂട്ടി അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എത്രയാണോ കഴുത്തിൻ്റെ ഇറക്കം നിങ്ങൾക്ക് വേണ്ടി വന്നത് ആ ഇറക്കം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കേർവ് സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ റൗണ്ടിനൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും വെക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ വേറൊരു ഷേപ്പ് നെക്ക് വെക്കണം എന്നോർത്താണ്, കാരണം ബോർഡർ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത യോക്കിൻ്റെ ഷോൾഡർ ഭാഗത്ത് ബോർഡർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും വിചാരിച്ചു എന്നാൽ നമുക്ക് റൗണ്ട് നെക്ക് തന്നെ വെക്കാമെന്ന്. ഇനി 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവലിന് വെച്ച് കൊടുത്തതിന് ശേഷം 1 ഇഞ്ച് നമ്മൾ ചുറ്റിനും മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുവാണ് ഇതുപോലെ ഇത് ഫ്രണ്ട് എഫ് എന്ന് എഴുതിയിട്ടാൽ എളുപ്പമുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഇത് മറു സൈഡും ഇതുപോലെ തന്നെ നമുക്ക് കാണാമല്ലോ, നമ്മൾ വരച്ച അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ നമ്മൾ അതേ ഷേപ്പിന് തന്നെ അതേ അളവിൽ തന്നെ വരയ്ക്കണം. ഇല്ലെങ്കിൽ ഷേപ്പ് പോലും മാറരുത്. ഷേപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നല്ലപോലെ ഇരിക്കും, മറു സൈഡിൽ വേറെ രീതിയിലും ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ബാക്കിലെ കഴുത്താണ്. ബാക്കിലെ കഴുത്തിൻ്റെ വിരിവെന്ന് പറഞ്ഞാൽ വിരിവല്ല സെയിമാണ്, നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും വെക്കുന്നത്. ഇറക്കം മാത്രമാണ് വ്യത്യാസം. ഇറക്കം നമുക്ക് ഫ്രണ്ടിൽ നമ്മളോട് 5 ഇഞ്ചാണ് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഷോൾഡറിൻ്റെയും കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് 5.5 ഇഞ്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 5.5 ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കണം. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ നമ്മുടെ കഴുത്ത് ചെയ്ത് അതുപോലെ തന്നെ നമ്മളൊന്ന് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ റൗണ്ടായിട്ട് വരയ്ക്കണം. പിന്നെ നമ്മൾ ചുറ്റിനും 1 ഇഞ്ച് കൂട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ലൈനിങ്ങിലോട്ട് കൊണ്ട് തേച്ചെടുത്തതിന് ശേഷം നമ്മുടെ നല്ല തുണിയിൽ കൊണ്ട് പിടിപ്പിച്ചു. അത്രയുള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. സ്റ്റിച്ചിങ് വീഡിയോ അപ്പോൾ ഞാൻ പാർട്ട് 2 ആയിട്ടാണ് ഇടുന്നത്, കാരണം ഇത് രണ്ടും കൂടി ഇടുമ്പോഴത്തേക്ക് ഒരുപാട് നിങ്ങൾക്കും ബോറടിക്കും, കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. അതുകൊണ്ട് നമ്മളിത് പാർട്ട് 1ഉം സ്റ്റിച്ചിങ് നമ്മൾ പാർട്ട് 2 ആയിട്ടുമാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.